കഴിഞ്ഞ രണ്ടിലധികം വർഷങ്ങളായി റഷ്യയും യുക്രൈനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം യൂറോപ്പിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് വലിയ നാശത്തിന്റെ വക്കിലേക്ക് തന്നെയാണ്. യൂറോപ്പിലും ഏഷ്യയിലുമായി നിലകൊള്ളുന്ന റഷ്യയും പ്രമുഖ യൂറോപ്യൻ രാഷ്ട്രമായ യുക്രൈനും ലോകത്തിലെ പ്രധാനപ്പെട്ട ക്രൈസ്തവ രാഷ്ട്രങ്ങൾ തന്നെയാണെങ്കിലും ഒരു സമവായത്തിനും വഴിപ്പെടാതെ ഇപ്പോഴും തുടരുന്ന ഈ യുദ്ധത്തിൽ ഇരു രാജ്യത്തിനും നഷ്ടപ്പെട്ടത് പതിനായിരക്കണക്കിന് പട്ടാളക്കാരെയും പൗരന്മാരെയുമാണ്. പാശ്ചാത്യ രാജ്യങ്ങളിലെ പ്രമുഖ ക്രൈസ്തവ രാഷ്ട്രങ്ങളുമായി കാലങ്ങളായി ഇടഞ്ഞു നീങ്ങുന്ന റഷ്യ പലപ്പോഴും സഖ്യതയുണ്ടാക്കുന്നത് ലോകത്തിന് നിശബ്ദ ഭീഷണിയായി വളർന്നുവരുന്ന ചൈന, സൗത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടാണ് എന്നത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കനത്ത ഭീഷണിയായി തുടരുകയാണ്. അതിനിടെ ചർച്ചകൾക്ക് വത്തിക്കാൻ വേദിയാക്കാമെന്ന നിർദ്ദേശവും റഷ്യ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇത്തവണ അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ വലിയ പ്രഖ്യാപനങ്ങളിലൊന്ന് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും എന്നുള്ളതായിരുന്നു. എന്നാൽ യുക്രൈനെ നിസ്സാരവൽക്കരിച്ചും റഷ്യ മുൻപോട്ട് വെച്ച ഡിമാൻഡുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ട്രംപ് നടത്തിയ നീക്കങ്ങൾ തുടക്കത്തിലേ പരാജയപ്പെടുകയായിരുന്നു. അണ്വായുധ ശേഖരത്തിൽ അമേരിക്കയേക്കാൾ ഔന്നത്യം റഷ്യയ്ക്കുണ്ടെങ്കിലും അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനുമൊക്കെ അടങ്ങുന്ന നാറ്റോയിലെ യൂറോപ്യൻ ശക്തികൾ അണിനിരന്ന് നിൽക്കുമ്പോൾ റഷ്യയ്ക്ക് ആണവയുദ്ധത്തിൽ യാതൊരുവിധ മേൽക്കൈയും ലഭിക്കുകയില്ല. എങ്കിലും ഇടയ്ക്കിടെ ആണവ ഭീഷണി മുഴക്കാൻ പുടിൻ മടിക്കാറില്ല. മറുഭാഗത്ത് നാറ്റോയുടെ കളിപ്പാവയായി ഇത്രനാളും ആടുകയായിരുന്ന യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്ക് യുദ്ധം അവസാനിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് വൈകിയാണെങ്കിലും ബോധ്യമുദിച്ചതോടെ ഏത് ഫോർമാറ്റിലും സമാധാന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ താൻ തയ്യാറാണെന്ന് പറഞ്ഞ് രംഗത്തെത്തുകയായിരുന്നു. റഷ്യയെ എതിർക്കാനുള്ള ശക്തി തങ്ങൾക്കില്ലെന്ന യാഥാർത്ഥ്യം യുക്രൈന് ബോധ്യമുണ്ടായിരുന്നെങ്കിലും ആണവശക്തിയായ റഷ്യയെ സമ്മർദ്ദത്തിലാക്കാൻ കിട്ടിയ അവസരം മുതലെടുത്ത നാറ്റോ രാഷ്ട്രങ്ങളുടെയും റഷ്യൻ അപ്രമാദിത്വത്തെ തുരത്താൻ ശ്രമിക്കുന്ന അമേരിക്കയുടെയും പിൻബലത്തിൽ അവരുടെ താൽപര്യങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത് കനത്ത നഷ്ടം തന്നെയാണ് തങ്ങൾക്ക് സമ്മാനിച്ചതെന്ന തിരിച്ചറിവിലേക്ക് യുക്രൈൻ എത്തിയെന്ന് സെലൻസ്കിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ വൈകിപ്പോയ വിവേകമെന്ന് മാത്രമേ അതിനെ വിശേഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ. മുൻപ് റഷ്യ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങൾക്ക് മറുപടിയായി റഷ്യയിലെ ബ്രയാൻസ്ക്, കുർസ്ക്, ബെൽഗോറൂസ്, ബെൽഗറോഡ്, തുല, ഒറിയോൾ, കലുഗ എന്നീ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ ലക്ഷ്യമാക്കി യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയത് പ്രശ്നങ്ങളെ ഇപ്പോൾ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. ഡ്രോണുകളെ റഷ്യ ഫലപ്രദമായി നേരിട്ടു. എന്നാൽ റഷ്യയുടെ അടുത്ത നീക്കത്തെക്കുറിച്ചാണ് ഇപ്പോൾ ലോകം ജാഗ്രതയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. റഷ്യയെ പിന്തിരിപ്പിക്കാനും വെടിനിർത്തലിലേക്ക് നയിക്കാനുള്ള ചർച്ചകൾ വത്തിക്കാനിൽ വെച്ച് നടത്താൻ അമേരിക്ക ഇനിഷ്യേറ്റീവ് എടുത്ത് രംഗത്തിറങ്ങിയിട്ടും വഴങ്ങാതെ നിൽക്കുന്ന പുടിന്റെ നിലപാടുകളാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. പുതിയ മാർപ്പാപ്പയായി നിയമിതനായ ലയോ 14 പാപ്പയുടെ നിർദ്ദേശമനുസരിച്ചും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ താൽപര്യവും കണക്കിലെടുത്തായിരുന്നു ട്രംപ് ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചതെങ്കിലും റഷ്യയുടെ താൽപര്യക്കുറവ് പരിഗണിച്ച് ജനീവയിലേക്ക് ചർച്ചകൾ മാറ്റിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്നാൽ തന്റെ മധ്യസ്ഥ നീക്കങ്ങളെ നിരസിച്ച പുടിനോടുള്ള നീരസത്തിൽ പ്രതികരിച്ച ട്രംപ് താനില്ലായിരുന്നുവെങ്കിൽ റഷ്യയ്ക്ക് ഒരുപാട് മോശം കാര്യങ്ങൾ സംഭവിക്കുമായിരുന്നുവെന്നും അത് പുടിന് മനസ്സിലാകുന്നില്ലെന്നും പുടിൻ തീ കൊണ്ട് കളിക്കുകയാണെന്നും വ്ളാഡിമിർ പുടിനുമായി എനിക്ക് എപ്പോഴും വളരെ നല്ല ബന്ധമുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അദ്ദേഹം തികച്ചും ഭ്രാന്തനായി മാറിയിരിക്കുന്നുവെന്നും കുറ്റപ്പെടുത്തിക്കൊണ്ട് ട്രംപ് രംഗത്ത് വന്നു. യുക്രൈനെതിരെ റഷ്യ തുടർച്ചയായി ആക്രമണം നടത്തുന്നതിനാലും താൻ മുൻപോട്ട് വെച്ച സമാധാന ചർച്ചകൾക്ക് പുടിൻ വഴങ്ങാത്തതിലും കുപിതനായിട്ടായിരുന്നു ട്രംപിന്റെ പ്രസ്താവന. എന്നാൽ ട്രംപ് പറഞ്ഞ മോശം കാര്യം മൂന്നാം ലോക മഹായുദ്ധം മാത്രമേ എനിക്കറിയുകയുള്ളൂ. ട്രംപ് ഇത് മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നും പറഞ്ഞ മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് സൂചിപ്പിച്ചാണ് മുൻ റഷ്യൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വെദേവ് ട്രംപിന്റെ വാക്കുകളോട് പ്രതികരിച്ചത്. മേഖലയിൽ സംഘർഷം കുറയുന്നതിന്റെ സൂചനകളൊന്നും മോസ്കോ കാണിച്ചിട്ടില്ല. റഷ്യ സമാധാന സന്ധിയിലേക്ക് എത്തേണ്ടത് ലോകത്തിനാകമാനം ഇപ്പോൾ അനിവാര്യതയായി മാറിയിരിക്കുകയാണ്. അതിന് ട്രംപ് നടത്തുന്ന നീക്കങ്ങൾ ഫലപ്രദമാകട്ടെ.